അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബ് മാസം പകുതിയായി. റജബിൻ്റെ രണ്ടാം പത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ളൊരു ഇസ്മിനെ കുറിച്ചിട്ടാണ്. അള്ളാഹിൻ്റെ അർശ് പോലും കുലുങ്ങുന്ന ഈ ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ റബ്ബിനോട് ഏത് ആഗ്രഹവും ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു തആല ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. വല്ലവനും ഈ ഒരു ഇസ്മിനെ വെറും 15 വട്ടം ഈ ഒരു ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ അർശ് കുലുങ്ങും. ഈ ഒരു ഇസ്മ കേൾക്കുമ്പോൾ തന്നെ അള്ളാഹിൻ്റെ അർശ് കുലുങ്ങും. അപ്പോൾ അള്ളാഹിൻ്റെ മലായികത്തീങ്ങളോട് അള്ളാഹ് ചോദിക്കും, അല്ലയോ എന്താണ് ഇങ്ങനെ അർശ് കുലുങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ മലായികത്തീങ്ങൾ മറുപടി പറയും, അള്ളാഹിൻ്റെ ഒരു അടിമ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹിൻ്റെ ഈ പ്രിയപ്പെട്ടൊരു നാമം പറഞ്ഞിട്ടുണ്ട് എന്ന്. അവരുടെ ആഗ്രഹം അവർക്ക് അള്ളാഹു തആല പെട്ടെന്ന് തന്നെ ഹാസിലാക്കിയത് കൊടുക്കുന്നതാണ്. അത്രക്കും ഫലം കിട്ടുന്നതും പ്രതിഫലം അർഹിക്കുന്നതുമായിട്ടുള്ള അള്ളാഹിൻ്റെ അർശ് പോലും കുലുങ്ങുന്ന അള്ളാഹിൻ്റെ ഇസ്മാണ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കുൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് എന്ന ഈ ഒരു ഇസ്മിനെ വെറും 15 വട്ടമെങ്കിലും നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ദിവസവും നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആ അല്ലാഹു തആല പെട്ടെന്ന് കബൂലാക്കുന്നതാണ്. അള്ളാഹിൻ്റെ മാസമായിട്ടുള്ള ഈ ഒരു റജബ് മാസത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക. കൂടുതൽ തവണ നമ്മൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. അള്ളാഹിനോട് നമ്മൾ പൊറുക്കലിനെ ചോദിക്കുക. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ദോഷങ്ങൾ പുറത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതിന് കൂടെ തന്നെ അസ്മാഉൽ ഹുസ്നയും നിങ്ങൾ പതിവാക്കുക. ദിവസവും ഒരു വട്ടം അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവന് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹു തആല നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഹലോകവും പരലോകവും വിജയിക്കുകയും തന്നെ ചെയ്യുന്നതാണ്. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് അല്ലാഹ് നമുക്ക് നൽകുന്നതാണ്. അല്ലാഹ് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലാഹ് പറയുന്ന രീതിയിൽ അള്ളാഹിൻ്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുകയും വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പൊറുക്കലിനെ തേടുക, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുക. റജബ് മാസത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇസ്തിഗ്ഫാറിനാണ്. അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുക. റജബും ശഅബാനും റമളാനും നമ്മളിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മുറാദുകളെയും പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.